ഹലോ ഗായ്സ്, നമ്മൾ അടുത്തൊരു ചെറിയ ട്രിപ്പിലാണ്. വയനാട് തിരുനെല്ലി വരെ 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു. 6:30 ഇറങ്ങുമ്പോൾ 5 പേരല്ല, നമ്മൾ 7 പേരുമുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടി മാറിയിട്ടുണ്ട്. ഇന്നോവയാണ്, I-20 എടുത്തില്ല. ഇനി നേരെ ആനക്കയം പോയിട്ട് പൊന്നുവിൻ്റെ അച്ഛനെയും അമ്മേനെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ സ്ട്രൈറ്റ് വയനാട് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ ആനക്കയത്തെത്തി. പൊന്നുവിൻ്റെ അച്ഛനെയും അമ്മേനെയും പിക്ക് ചെയ്യാൻ അച്ഛൻ നിൽക്കുന്നുണ്ട്. 2 അച്ഛന്മാർ ഒരു ഫ്രെയിമിൽ. എന്താ ചിരിക്കണത്? ഡ്രൈവർ ഇറങ്ങൂ. ഞങ്ങൾ പൊന്നുവിൻ്റെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. 8:30 ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി. എങ്ങനെയുണ്ട് പുറകില് ചാ? അച്ഛൻ കെടുക്കണ പോലെയുണ്ട്. ഗൈസ്, നമ്മൾ അപ്രതീക്ഷിതമായി തുഷാരഗിരി വാട്ടർഫാളിലേക്ക് വന്നു. പ്ലാനിലുണ്ടായിരുന്നില്ല, പക്ഷേ ബോർഡ് കണ്ടപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു. അച്ഛനാണെങ്കിൽ പുറകിലിരുന്നിട്ട് ആകെ പ്രശ്നമായിരിക്കണം. ഇതാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് 40 രൂപ കൊടുക്കേണ്ടി വരും. നമ്മുടെ കാറാണല്ലോ. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ടേ. നമ്മൾ സിപ്പ് ലൈനിൽ പോകണില്ല. സൗത്ത് ഇന്ത്യാസ് ഹയസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ആയിരിക്കും. ഇങ്ങനെ കയറി മുകളിലേക്ക് പോകണം. ഇവിടെ താമസിക്കേണ്ടവർക്ക് ഇവിടെ താമസിക്കുക കേട്ടോ. റൂംസൊക്കെ ഉണ്ട്. AC റൂംസ്, നോൺ AC റൂംസ് എല്ലാം ഉണ്ട്. ടിക്കറ്റ് പ്രൈസ് ഇങ്ങനെയൊക്കെ കേട്ടോ വരുന്നത്. മുതിർന്നവർ 40, കുട്ടികൾ 20, വിദ്യാർത്ഥികളും 20, വിദേശികൾ 60 രൂപ. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ ആണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. വെക്കേഷനും കൂടി അല്ലേ, പൂജ ഹോളിഡേയ്സിൻ്റെ ഒരു തിരക്ക് ഗംഭീരമായിട്ടുണ്ട്. ഓരോ പിള്ളേരോ എനിക്ക് ഇവിടെ പോയാലും അട്ട ഇതുവരെ കടിച്ചിട്ടില്ലല്ലോ. മരങ്ങളുടെ പേരുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പറയാത്തവർക്ക് അത് ഏതാ നോക്കിയിട്ട് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ വാട്ടർഫാളിൻ്റെ അടിയിലെത്തി. ഓ, ഏതാ ലുക്കല്ലേ, നോക്കിയേ. നല്ല കിടിലൻ വാട്ടർഫാളാണ്. ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. പിള്ളേരെ ഇടയ്ക്കൊക്കെ ചാടി കുലുക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാം. കിച്ചോട്ട അതാ പുറകിലേക്ക് കയറുന്നു. നിങ്ങൾ തുഷാരഗിരി വരികയാണെങ്കിൽ അടിവാരം ടച്ച് ചെയ്യാതെ ചുരത്തിലേക്ക് കണക്ട് ചെയ്യുന്നൊരു വഴിയുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുക. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വരിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എന്ത് കാണാം? താഴെ നിന്നും വണ്ടികൾ വരുന്നത് കാണാം. നമ്മളിപ്പോൾ 7ാമത്തെ എയർപിൻ കഴിഞ്ഞിട്ട് വ്യൂ കാണാൻ വേണ്ടി നിർത്തിയതാണ്. ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ KSRTC ഇങ്ങനെ ഒരു വേറെ ലുക്ക്. വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കയറിയപ്പോൾ കുറേ കുരങ്ങന്മാർ. അപ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് പഴം കൊടുത്തു. നമ്മൾ കഴിക്കുന്ന അതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് മൂപ്പനും കഴിക്കണം കേട്ടോ. തന്നെ തിന്നണ്. ഇപ്പോൾ ഞങ്ങൾ തിരുനെല്ലി പോണ വഴിക്ക് ഉള്ള ഒരു സ്പോട്ടിൽ കയറി. പഴശ്ശികുടീരം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജ AD 1805 നവംബർ 30-നാണ് പുൽപ്പള്ളിയിലെ മാവിലാന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് രക്തസാക്ഷിയാവുന്നത്.
അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാനന്തവാടിയിലെ ഈ മണ്ണിൽ കൊണ്ടുവന്ന് സൈനിക ബഹുമതികളോട് കൂടിയാണ് സംസ്കരിച്ചത്. അദ്ദേഹം നടത്തിയ സമരങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പഴശ്ശിരാജ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും നമുക്കിവിടെ വന്നാൽ കാണാം. അദ്ദേഹത്തിൻ്റെ വാള്, അമ്പും വില്ലും, പിന്നെ കത്തി, അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പണ്ട് കാലത്ത് കുറേ വയസ്സായി കഴിഞ്ഞാൽ ആളുകൾ മരിക്കില്ല. അങ്ങനെ വരെ സൂക്ഷിച്ച് ചില തവളകളെ മരിയൊക്കെ ആവും. അപ്പൊ ആ സമയത്ത് മരിക്കാൻ വേണ്ടിയിട്ട് ഈ നണ്ടങ്ങാടിയിൽ ഇട്ടിട്ട് അടയ്ക്കും. അങ്ങനെ ഇവർ മരിക്കും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. പണ്ട് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ചേര നാണയങ്ങൾ. ഇത് കണ്ട നാണയാന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല, കല്ല് പോലെയൊക്കെ ഇരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നാണയങ്ങളുണ്ട്. ഈ നാണയങ്ങളുടെയൊക്കെ സൈസ് നോക്കും, എന്തൊരു ചെറുതാ. മ്യൂസിയം കാണാനായിട്ട് ടോംബിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് എല്ലാം കണ്ടിട്ട് റൈറ്റ് സൈഡിലൂടെ ഇതുപോലെ കയറി വരാം. ഈ മ്യൂസിയം വരുന്നത് വയനാട് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്താണ്. അവിടെ കിടക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ ഒരു പഴയ ജീപ്പ് കണ്ടോ, എന്താ അതിൻ്റെ കോലം. അപ്പോൾ തിരുനെല്ലി പോകുന്നവർ ജസ്റ്റ് 1 കിലോമീറ്ററിൻ്റെ ഒരു ഡൈവേർഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരുനെല്ലി പോകുന്ന വഴിക്ക് തന്നെ എന്ത് കാണാം, പഴശ്ശിയുടെ ശവകുടീരവും കാണാം. പൊന്നു വണ്ടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ലുക്ക് അറ്റ് ദ ഡ്രൈവർ. ടോംബ് കഴിഞ്ഞ് തിരുനെല്ലി റൂട്ടിൽ കുറച്ചങ്ങ് പോകുമ്പോഴേക്കും ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്, ദോശ ഹബ്ബ്. ഞങ്ങളവിടെ നിന്ന് ചിക്കൻ ബിരിയാണി, വെജ് ബിരിയാണി, ജ്യൂസ് ഒക്കെ കഴിച്ചു. കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി തിരുനെല്ലിക്ക് അടുത്ത് തന്നെ കുറുവാദ്വീപ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മളിനി അങ്ങോട്ടാണ് പോണത്. നമ്മൾ തിരുനെല്ലി പോണ വഴിക്ക് കുറുവാദ്വീപ് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ ഒരു തുരുത്തൊക്കെ ഉണ്ട്. അപ്പോൾ തുരുത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് പറ്റി, ഒരു ദിവസം 575 പേരെ കൊണ്ടുപോകുള്ളൂ അത്ര. ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് 11 മണിയാകുമ്പോഴേക്കും 575 പേരുടെ ടിക്കറ്റ് സോൾഡ് ഔട്ടായി. അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ഈ ചങ്ങാടത്തിൽ കയറിയിട്ട് പുഴയിലൂടെ ഒരു റൗണ്ട് അടിക്കാം. ഫുൾ സേഫ്റ്റിയാണ്. ഇങ്ങനെ ജാക്കറ്റൊക്കെ തരും എല്ലാവർക്കും. എന്നിട്ടാണ് നമ്മൾ ചങ്ങാടത്തിൽ പോവുക. ഹായ്, പോട്ടെ പോട്ടെ പോട്ടെ, എല്ലാവരും കയറൂ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി കയറുന്നു. ചേട്ടാ പേടിക്കണ്ട, ഡോണ്ട് വറി. നമ്മുടെ കയ്യിലൊരു പങ്കായ ഉണ്ട്, ഒന്നല്ല 2 എണ്ണം. ഒന്ന് മാനുവങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഇവിടുത്തെ ആളാണ്. മൂപ്പരിങ്ങനെ കയറ് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകും. നമ്മൾ 7 പേരൊരു ചങ്ങാടത്തിലാട്ടോ. തുഴയാ അറിയണം. നമുക്ക് എത്ര രൂപയാ വെച്ചാ? 7 പേർക്ക് 600 രൂപ. 7 പേർക്ക് 600 രൂപ. ഇതുപോലെ കുറേ ചങ്ങാടങ്ങളുണ്ട് കേട്ടോ. അതേ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, ഇത് കബനി റിവറാണ്. നമുക്ക് കിച്ചോട്ടിൻ്റെ അതിഗംഭീരമായ തുഴച്ചിൽ കുറച്ച് നേരം കാണാം. വണ്ടി നീങ്ങണമൊന്നുമില്ല, എന്നാലും തുഴയുണ്ട്. ഇവിടെ തുഴയുന്നത് കൊണ്ടല്ല നീങ്ങുന്നതെന്നും മൂപ്പര് പിടിച്ച് വലിക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ആരാ? ഇതാ അച്ഛനതാ തുഴയാൻ പോകുന്നു. ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും തുഴയുന്നുണ്ട്. അയ്യോ, ചേട്ടാ മുതൽ എവിടെയുള്ളേ?
അല്ല ഈ പുഴയിലുണ്ടോ? ഉണ്ടല്ലേ? ഓ ഗായ്സ്, ഈ പുഴയിൽ മുതലയുണ്ട്. മുതലയുണ്ട്. എന്താല്ലേ, മുതലയൊക്കെ ഉള്ള പുഴയിലൂടെയാണ് നമ്മൾ തുഴഞ്ഞു പോകുന്നത്. ഞങ്ങൾ ഫുൾ അഡ്വഞ്ചറസ് ആയിട്ടോ പോണേ, മരത്തിൻ്റെ ഒക്കെ അടിയിൽ കൂടെ തുഴഞ്ഞിട്ടൊക്കെ. ഓക്കെ, ഇതാണ് കുറുവാ ദ്വീപ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെയുള്ള പുഴയിലൂടെയാണ് ഒഴുകുന്നത്, തുഴയുന്നത്. ഇവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല, പറഞ്ഞല്ലോ 575 ടിക്കറ്റ് സോൾഡ് ഔട്ടായി ഇന്ന്. അപ്പോൾ അത് കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ നേരെ തിരുനെല്ലി. ഇഷ്ടപ്പെട്ടോ? നന്നായി, അടിപൊളി. അതെ, ബോട്ടിങ്ങിനേക്കാൾ രസമുണ്ട് ചങ്ങാടം. അപ്പോൾ ഇനി തിരുനെല്ലി വെച്ച് കാണാം. തിരുനെല്ലിക്ക് പോണ വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. കർണാടകയുടെ ബോർഡറിനോട് ചേർന്നിട്ടാണ് തിരുനെല്ലി ഉള്ളത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ വരുന്ന കൂടുതൽ ആൾക്കാരും തിരുനെല്ലി വിസിറ്റ് ചെയ്യാറില്ല. പക്ഷേ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അങ്ങനെ നമ്മൾ തിരുനെല്ലി ക്ഷേത്രം എത്തിയിരിക്കുന്നു. ഇതങ്ങ് മേലെ കയറി കഴിഞ്ഞാൽ ചുറ്റും മലയും അതിന് നടുക്കായിട്ട് അമ്പലം. കാലപ്പഴക്കം കാരണം അമ്പലത്തിൽ ചെറിയ ചെറിയ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ടുള്ളത്. അതുകൊണ്ട് കയറി വരുമ്പോൾ കാണുന്ന അമ്പലത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ ഇടതുഭാഗത്തുള്ള ഈ ഒരു വഴിയിലൂടെ ഇറങ്ങി വേണം നമുക്ക് പാപനാശിനിയിലേക്ക് പോകാൻ. പാപനാശിനി എന്ന് പറഞ്ഞാൽ അമ്പലത്തിനോട് തന്നെ ചേർന്നിട്ടുള്ള മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളം പുണ്യജലമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പുണ്യജലത്തിൽ ഒന്ന് മുങ്ങി നിവർന്നു കഴിഞ്ഞാൽ നാം ചെയ്ത എല്ലാ പാപങ്ങളും തുടച്ചു മാറ്റപ്പെടും എന്നാണ് വിശ്വാസം. പാപനാശിനി പോകുന്ന വഴിക്ക് ഇടതുഭാഗത്തേക്ക് ഒരു ശിവക്ഷേത്രമുണ്ട്. നമുക്ക് ആദ്യം അവിടെ പോവാം. ഈ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് ഇത്തരത്തിൽ ഒരുപാട് കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഈ ആഗ്രഹങ്ങൾ ഭക്തിയോടെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഈ കല്ലുകൾ അടുക്കി വെച്ച് ഈ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടും എന്നാണ് ഇതിൻ്റെ പുറകിലെ വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടെ വരുന്നവരെല്ലാവരും ഇത്തരത്തിൽ ചെയ്യുന്നത്. ഈ ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറുതാണ് കേട്ടോ. ഒരാൾക്ക് നേരെ നിവർന്ന് അതിനുള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് പൂജാരിമാർ ഇതിനുള്ളിലേക്ക് കടന്നിട്ട് തിരി തെളിയിക്കുന്നത്. കാലത്തെ ദിവസവും എല്ലാ ദിവസവും രാവിലെ അവിടെ നട തുറന്ന് വിളക്ക് കൊടുത്ത് മേടിക്കും. വേണ്ട ടോർച്ചൊന്നും മറ്റൊന്നും കരുതും. നമ്മൾ സ്ഥിരം പോകുന്നവരുണ്ട് കരുതും. ശിവക്ഷേത്രത്തിലെ ദർശനമെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ പാപനാശിനിയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ പാപനാശിനി പോയിട്ട് നനഞ്ഞു. പക്ഷേ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അത് കാരണം വീഡിയോ ഒന്നും എടുത്തില്ല. ചുറ്റും കാടായതുകൊണ്ടേ ഇരുതലമൂരി പോലെയുള്ള റയർ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് താഴെ നോക്കിയിട്ട് നടക്കുക എല്ലാവരും. ഈ കുളത്തിലെ വെള്ളം പഞ്ചതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ 5 ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളമാണ് എന്നാണ് ഇതിൻ്റെ വിശ്വാസം. ആ ഭാഗങ്ങളാണ് ശംഖ്, ചക്രം, പാദം, പത്മം, ഗദ. അങ്ങനെ അവിടെയുള്ള എല്ലാം കഴിഞ്ഞ് തിരിച്ച് അമ്പലത്തിലെത്തിയപ്പോഴേക്കും ഇരുട്ടായി. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോവാണ്. ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല. ഇത് ക്ഷേത്രത്തിൻ്റെ നവീകരണത്തെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ക്ഷേത്രം നവീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണാൻ. അപ്പോൾ ഗുഡ് മോർണിംഗ്.
ഇത് സെക്കൻഡ് ഡേ ആണ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. 3 ബെഡ്റൂം, ഒരു ഹാള്, പിന്നെ ഒരു കിച്ചൺ. ഇതായിരിക്കണം അച്ഛൻ. ഇവിടെ കുറേ വില്ലാസ് ഉണ്ട് ഇതുപോലെ. നമ്മളുടെ ഒരു വില്ല, അതേപോലെ ഇവിടെ ഒരുപാട് വില്ലകൾ വേറെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കോമൺ പൂൾ ഏരിയ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെ രാത്രി വരുമ്പോഴേക്കും ഇവിടെ ഫുള്ള് ആൾക്കാരൊക്കെ വന്നിട്ട് ആകെ അലമ്പാക്കിയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല, നമ്മൾ പൂളിൽ ഇറങ്ങിയില്ല. 2 പേരെ കണ്ടോ നിങ്ങൾ? ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ട്രിപ്പിന് വേണ്ടി മേടിച്ചതാണ്. ഇനി എങ്ങോട്ടാ നമ്മൾ പോണേ? ബാണാസുര. യെസ്, വി ആർ ഗോയിങ് ടു ബാണാസുര. ഗുഡ് മോർണിംഗ്. ഞാൻ പുറകിലേക്ക് ഇരുന്നു. തൊട്ടടുത്ത കേട്ടോ ബാണാസുര, നമ്മുടെ താമസിച്ച സ്ഥലത്തുനിന്നും. അപ്പോൾ നമ്മളെ ബാണാസുര ഡാമിൻ്റെ പാർക്കിംഗ് എത്തി. നമ്മൾ താമസിക്കുന്ന റിസോർട്ടല്ല, വില്ലയുടെ അവിടെ നിന്നൊരു 1.5 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. നേരെ ഡാമിൽ പോവാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. എത്ര രൂപയാണ്? അഡൾട്ട് 40 റുപ്പീസ്, വലിയ ആൾക്ക് 40 രൂപ. ഓക്കെ, ഇവിടുത്തെ ആക്ടിവിറ്റീസാണ് കേട്ടോ. വാട്ടർ ബലൂൺ ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെ ബോട്ടിങ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയല്ലോ, അവിടെ സോളാർ പാനൽസ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. ബാണാസുര ഡാം എന്ന് പറയുമ്പോഴേ ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാമാണ്. എർത്ത് ഡാം എന്ന് പറയുമ്പോൾ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് അണക്കെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ആ സ്പിൽവേ മാത്രം കോൺക്രീറ്റ് ഉണ്ട്, ബാക്കി കംപ്ലീറ്റും ഇതൊക്കെ കാണുന്നതൊക്കെ മണ്ണാണ്. കുറേ സ്റ്റെപ്സ് ഇങ്ങനെ ഉണ്ട്. ഇത് കയറിയിട്ട് നമുക്ക് മുകളിൽ പോവാം. നമുക്ക് സ്റ്റെപ്സിലൂടെയും കയറാം, റാമ്പിലൂടെയും കയറാം. അച്ഛൻ സ്റ്റെപ്സിലൂടെയും അമ്മ റാമ്പിലൂടെയും കയറുന്നുണ്ട്. ഇവിടെ 2 പേർ റാമ്പിലൂടെ മാത്രം കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. നല്ല വെയിലാട്ടോ. ഇപ്പം എത്ര മണിയാ? 9:19 ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ ഇത്രയും വെയിലാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പൊരി വെയിലായിരിക്കും. മഴക്കാറുണ്ട്, സ്കൈ അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ട്. ഫോൺ നോക്കിക്കേ, ഇവിടെ കംപ്ലീറ്റ് സോളാർ പാനൽസാണ്. അതുകൊണ്ട് നമുക്ക് വെയിലടിക്കാതെ നടക്കുകയും ചെയ്യാം. അതുപോലെ ഇവിടെ ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് ഉണ്ട്. കുറച്ച് ഇവിടെ, പിന്നെ അപ്പുറത്ത്. നമ്മൾ ബോട്ട് എടുക്കാൻ പറ്റുമോ നോക്കാൻ പോകാം കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ ബോട്ടിങ്ങിൽ പോകുന്നുണ്ട്. ഒരു ബോട്ടിൽ 5 പേര് പറ്റുള്ളൂ. നമ്മൾ 7 പേരുണ്ട്. അപ്പോൾ നമ്മൾ 2 എണ്ണം എടുത്തു. ഒരു ബോട്ടിന് 1000 രൂപ. ഞങ്ങൾ 3 പേരും ഒരു ബോട്ടിൽ, ഇവർ 4 പേരും അടുത്ത ബോട്ടിൽ. നമുക്ക് ബോട്ട് കയറാം. സെറ്റല്ലേ? സ്പീഡ് ബോട്ട് മാത്രമല്ല കേട്ടോ, ഇങ്ങനത്തെ ചെറിയ ബോട്ടിംഗ് ഉണ്ട്. കൊട്ടവഞ്ചി ഉണ്ട്. അവരിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. തല ഇറങ്ങില്ലാണോ അല്ലേ? കണ്ടിട്ട് തന്നെ തല ഇറങ്ങണോ? ബൈ ആണല്ലേ ഗൈസ്, ഭയങ്കര സ്പീഡാട്ടോ. ഇവിടെ ഒരാൾ പേടിച്ചിരിക്കുന്നു, ഇവിടെ ഒരാൾ എൻജോയ് ചെയ്തിരിക്കുന്നു. അവിടെ ഒരു റിസോർട്ട് ഉണ്ട് ഗൈസ്, കണ്ടോ? നല്ല കിടിലൻ ലേക്ക് വ്യൂ റിസോർട്ട്. പക്ഷേ 1 ഡേ 20,000 ആണെന്നൊക്കെയാണ് പറയുന്നത്. എക്സ്പെൻസീവാ. ഞങ്ങൾ 3 പേര് ആദ്യം പോയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തിരിച്ചു വന്നു. ഇതിപ്പോൾ 4 പേര്, ബാക്കി 4 പേരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് എന്താ പറയുക, ഇളക്കി മറച്ചിട്ടൊക്കെ കൊടുന്നത് ഞങ്ങൾ. ഇവരെ അധികം അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, പ്രായം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഹായ്. ബോട്ടിങ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ഊഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പിന്നെ മരങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല തണലും ആംബിയൻസുമാണ്. നമ്മൾ പോകുമ്പോൾ ആകെ കുറച്ച് വണ്ടികളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോക്കി ഫുൾ തിരക്കായി. നമ്മൾ നല്ല ടൈമിലാണ് വന്നത്. നമ്മളുടെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വണ്ടി കയറാൻ പോവാം. ഇനി 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഫുൾ തിരക്കായിരുന്നു, വണ്ടികളോട് വണ്ടികൾ. കണ്ടല്ലേ, നിരനിരയായിട്ട് 900 കണ്ടി ഫുള്ള് വണ്ടികളാണ്.
അപ്പോൾ ഞങ്ങളിങ്ങനെ പോണ വഴിക്കൊരു ചെറിയ ഹോട്ടൽ കണ്ടു. അപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ കയറിയാലോ എന്നുള്ളൊരു ആലോചന. ഫുഡുണ്ടോ എന്നറിയില്ല, പോയോക്കട്ടെ. എന്താ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നത് കണ്ടില്ലേ, വേറെ പ്ലേറ്റ് വെച്ചിട്ട് തരുന്നില്ലേ, ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു, പിന്നെ ഗീ റൈസ് ഓർഡർ ചെയ്തു, പിന്നെ പനീരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും വന്നിട്ടില്ല, വരുമായിരിക്കും. നല്ല മഴ വരുന്നുണ്ട്, നോക്കിയേ, നല്ല അടിപൊളി മഴക്കാറ്. സിപ്പ് ലൈനും ബഗ്ഗി റേസിങ്ങും ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷേ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ഇന്നലെ കുറുവാദ്വീപ് പോയപ്പോൾ വാരിനെല്ലിക്ക കിട്ടി, അപ്പോൾ അത് മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് നല്ലൊരു തേയിലത്തോട്ടം കണ്ടു. മൂന്നാർ മാത്രമല്ല, വയനാട് അടിപൊളി തേയിലത്തോട്ടമുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന ലക്ഷ്യത്തിൽ ഇവിടെ നിർത്തി. അവിടെയൊക്കെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ കണ്ടോ, എന്താ ചെയ്യുക. വെള്ള പാൻ്റൊക്കെ ഇപ്പോൾ കറുത്ത പാൻ്റായി മാറും. ഡയറക്ടർ സാർ അങ്ങനെ കുറേ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ തിരിച്ചിറങ്ങി പൂക്കോട് ലേക്ക് വരെ ഒന്ന് പോവാണ്. അവിടെ നമുക്ക് കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്. പോണ വഴിക്ക് ഗാന്ധിഗ്രാമത്തിൻ്റെ കുറേ സ്റ്റോറുകൾ കാണാം. നമ്മൾ ഒന്നിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള നമ്മളുടെ വീടുകളിലെ ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റിയ പോലത്തെ സാധനങ്ങളുണ്ട്. സ്പൈസസ് കുറേ വെച്ചിട്ടുണ്ട്, പിന്നെ വയനാടൻ ചായപ്പൊടികൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇളക്കൂ നല്ല വെറുതെ എങ്ങനെ ആക്കുമ്പോൾ അത് കൊള്ളാം. നമ്മൾ കയറി വന്ന ഒരു ഓർമ്മയ്ക്കായിട്ട്, ചുരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മളൊരു സുവനീർ മേടിച്ചു. ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. നേരെ പോയി ഫ്രിഡ്ജിലൊട്ടിച്ച് വയ്ക്കാം. കൊള്ളാം അല്ലേ. ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൂക്കോട് ലേക്ക് പോവും. ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈ പോപ്കോണും കഴിച്ച് വരുന്ന ആളെ. ഓർമ്മയുണ്ടോ? ഹേ ഡ്യൂഡൂസ്, എവിടെ ബാക്കിയുള്ളവരോട് അടുത്തവർ ഇവരെ കണ്ടുപരിചയമുണ്ടോ? നമസ്കാരം. ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുക. ഇവര് നാട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് ഇന്ന് എത്തിയതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇന്ന് തിരിച്ച് വയനാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവരെ കണ്ടതാ. കയറി പോകണ്ട കേട്ടോ ഒരാള്. അടുത്ത ആൾ ഓടിപ്പോ നോക്കി. ആ ഒഴുകിക്കോ. എന്താ ഒഴുകണില്ലേ? വാ ബൈ ഗൈസ്. ബൈ. ഇത് നമ്മുടെ കരിന്തണ്ടൻ സ്മാരകം അറിയാലോ, വയനാട് വരുമ്പോൾ എല്ലാവരും കാണുന്നതാണ്. നമ്മളിപ്പോൾ വയനാട് നിന്ന് ചുരം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുക. പക്ഷേ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. ഒരു 1.25 മണിക്കൂറായിട്ട് ഇതേ ബ്ലോക്കിലാണ്. ഓക്കെ, ഫുൾ ബ്ലോക്ക്. അപ്പം ഞാനും അമ്മയും കൂടെ ഇറങ്ങി ഇങ്ങോട്ട് നടന്ന് കുറച്ച് നേരം ഇതേ നിൽക്കണോ. ഞങ്ങൾ നടന്ന് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ അവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബ്ലോക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ പുറകിൽ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിക്കുന്നു. വയനാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ കവാടം എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഹോട്ടൽ കേട്ടോ. ഭക്ഷണം നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നായിട്ട് വന്നിരുന്നു, എല്ലാം കൂടെ ഒരുമിച്ച് വന്നില്ല. ഒന്ന് കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ വന്നിരുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ നാട് പിടിക്കും. ഓക്കെ, അങ്ങനെ രാത്രി 2:30 മണിയായി. എല്ലാ ബ്ലോക്കും കഴിഞ്ഞ് എത്തുമ്പോൾ
ഇതിപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും